ഇങ്ങനെയാണ് അപ്പോൾ ശീബോധി വെക്കുന്നത്. ഒരാളും ഇങ്ങനെ പറ്റിക്കപ്പെടരുത്, ചതിക്കാൻ ചെയ്യരുത്. പണ്ടത്തെ സ്കൂളിൽ പോകുമ്പോൾ കഴിക്കണേ എ ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഇന്ന് എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് രാവിലെ തൊട്ട് രാത്രി വരെ എന്തൊക്കെ ഇന്നത്തെ ദിവസങ്ങൾ നടന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇന്ന് കർക്കിടകം 1 നമ്മുടെ രാമായണ മാസാരംഭമാണ്. അപ്പം ഇന്ന് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആയതുകൊണ്ട് തന്നെ നേരത്തെ നീട്ടിട്ടുണ്ട്. ഇന്ന് ശീബോധി വെക്കുന്ന ദിവസം കൂടിയാണല്ലോ. പലർക്കും ശീബോധി എന്താണെന്നറിയില്ല. നമ്മുടെ വടക്കോട്ട് മാത്രമാണ് ശീബോധി ഉള്ളത്. നമ്മുടെ കേരളത്തിൻ്റെ തെക്ക് ഭാഗത്തേക്കൊന്നും ശീബോധി ഇല്ല. അതും കൂടി ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് വന്നപ്പോൾ അമ്മ യോഗ ചെയ്യണം. അമ്മയ്ക്ക് 7:30 വരെ യോഗ ക്ലാസ് ഉണ്ട് ഓൺലൈനായിട്ട്. അപ്പോൾ നോക്കിയപ്പോൾ അമ്മ വിളക്കും കാര്യങ്ങളൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. യോഗ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരെ പോയി പല്ല് തേക്കാമെന്ന് വിചാരിച്ചു. പല്ല് തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തൈലം തേച്ചൊരു കുളിയൊക്കെ ഉണ്ട്. അപ്പോൾ കർക്കിടകം ആയതുകൊണ്ടല്ല, അല്ലെങ്കിലും ഈ സമയത്ത് ശരീരവേദനയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അമ്മ പറയും തൈലം തേച്ച് കുളിക്കുന്നൊക്കെ പറയും. അതുകൊണ്ട് തൈലം തേച്ചൊരു കുളി പാസ്സാക്കിയിട്ട് വരാം. അപ്പോൾ ഞാൻ കുളിച്ച് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ നമ്മൾ പുറത്തോട്ടൊന്ന് ഇറങ്ങുകയാണ്. 2 ദിവസമായിട്ട് നല്ല മഴയായിരുന്നു. നമ്മുടെ റോഡിലൊക്കെ നല്ല വഴുക്ക് വന്നിട്ടുണ്ട്. അമ്മ ഇതേണ്ട് കിണ്ടിൻ വിളക്കൊക്കെ കഴുകുകയാണ്. അനു ഇതവിടെ തുടച്ചിട്ടുണ്ട്. അങ്ങനെ ശീബോധി വെക്കുമ്പോൾ നമുക്കിവിടെയൊക്കെ തുടയ്ക്കണം. ഡെയിലി അല്ലെങ്കിലും തുടയ്ക്കണം. അല്ലാതെ നമ്മൾ ശീബോധി വെക്കുന്ന ഭാഗം തുടയ്ക്കണം. ഈ പലകയിൽ ഭസ്മം വരച്ച് കിണ്ടിയിൽ വെള്ളം വെച്ച് ദശപുഷ്പങ്ങളൊക്കെ വെച്ചിട്ടാണ് ശീബോധി ഒരുക്കുന്നത്. കർക്കിടകം 1 ആയതുകൊണ്ട് തന്നെ ഈ മൂലത്തിൽ നമ്മൾ കർക്കിടകം തുടങ്ങുന്നതിൻ്റെ സമയത്ത് വീട്ടിലുള്ള എല്ലാ ഒഴിവാക്കേണ്ടതൊക്കെ നമ്മൾ ഒഴിവാക്കും. അപ്പം ഇത് ബുക്സും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ളതാണ്. നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കൊടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അതാണ് അവിടെ കിടക്കുന്നത്. നമ്മൾ വൃത്തിയാക്കുക എന്നൊക്കെ പറയും ചിലവർ. നമ്മുടെ വടക്കോട്ടാണ് കർക്കിടകത്തിൽ വൃത്തിയാക്കുന്നത്. തെക്കോട്ടേക്കൊക്കെ ചിങ്ങമാസം ആരംഭിക്കുന്നതിന് മുന്നേ കർക്കിടക അവസാനത്തിലാണ് വൃത്തിയാക്കുന്നത്. അങ്ങനെയൊക്കെയാണ്. നമുക്കിവിടെ മിഥുനം ലാസ്റ്റിൽ വൃത്തിയാക്കിയിട്ട് എല്ലാം വേണ്ടാത്തതൊക്കെ ഒഴിവാക്കണം വീട്ടിൽ നിന്ന് എടുത്തിട്ട്. നമ്മൾ പേട്ടലിക്ക് കോളർ ഇട്ടുകൊണ്ടാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ചില സമയത്തൊക്കെ അമ്മ യോഗ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അച്ഛൻ എണീറ്റുണ്ടാവും. ആ സമയത്തുണ്ടെങ്കിൽ അച്ഛൻ പാല് കാച്ചി വെക്കും. എനിക്ക് അമ്മയ്ക്കും വേണ്ടിയിട്ട് പാല് കാച്ചി വെക്കും. ചിലപ്പോൾ മുട്ട പുഴുങ്ങിയേക്കും, പഴം പുഴുങ്ങിയൊക്കെ വെക്കും. അപ്പോൾ അമ്മ 6 മണി 6:30 ആകുമ്പോഴത്തേക്ക് കഴിക്കുമ്പോൾ എന്നോടും, ഞാൻ മൂത്രം കഴിക്കാനിരിക്കും അഥവാ എണീറ്റിട്ടുണ്ടാവും. അപ്പോൾ എന്നോട് അത് കഴിച്ചിട്ട് കിടക്കാൻ പറയും. അപ്പോൾ ഞാൻ പല്ല് വെച്ചിട്ട് അപ്പോൾ തന്നെ കിടക്കലാണ്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ പാല് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉപ്പേരി എന്ന് പറഞ്ഞാൽ മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ തോരൻ, കോമൺ ആയിട്ട് ഇവിടെ കോഴിക്കോട് ഈ ഭാഗത്തൊക്കെ ഉപ്പേരി എന്നാണ് പറയുക. അപ്പോൾ അതിന് നമുക്ക് കൊത്തമരിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ അത് അരിയാൻ പോയിട്ടുണ്ട്. ഞാൻ പാല് കുടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അനു പല്ല് തേക്കുന്നുണ്ട് അവിടെ. അനു ആ കിണറ്റിൽ നിന്ന് ഒരു കിണ്ടി വെള്ളം മുക്കിയേ. ഒരു കിണ്ടി വെള്ളം മുക്കാൻ, ഒരു കിണ്ടിയിലോട്ടുള്ള വെള്ളം മുക്കാൻ. വാഴയിലത്തുണ്ട് മുറിക്കാൻ പോയേക്കുവാണ്. മുക്കുറ്റി പറിച്ചു, പൂവാങ്കുറുന്നല പറിച്ചു. ഇതേണ്ട പൂവാങ്കുറുന്നല. നമ്മുടെ മുയൽച്ചെവിയാണത്. മുയൽച്ചെവി കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. ഇതാണ് മുയൽച്ചെവി. നമുക്ക് ചെറുള ആണ്. ചെറുള കഞ്ഞുണ്ണി ഇവിടെയുണ്ട്. എല്ലാം കർക്കിടകത്തിന് മുന്നേ കുഴിച്ചിട്ട് ഇവിടെ സ്പ്രെഡായി കിടക്കുന്നുണ്ട്. കഞ്ഞുണ്ണി വേണ്ട. ഈ ചെറുത്, ഈ വെള്ളപ്പൂവുള്ള ചെറുത്. നമ്മൾ തുമ്പിയും തുളസിയൊന്നും ഇതിൽ വെക്കില്ല. ദശപുഷ്പങ്ങൾ മാത്രമേ വെക്കുള്ളൂ. ഇതാണ് ചെറുള. ഇനി അമ്മ ഇന്നലെ അവിടെ നിന്ന് പറിച്ചു കൊണ്ടുവച്ച് നിലപ്പിനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ആ ചട്ടിയിലിട്ട് വെച്ചേക്കാണ്. കറുകയാണോ? കറുകപ്പുല്ല് പിശുക്കിയെടുക്കുക. കണ്ടോ, ഇതാണ് നിലപ്പന. ഇവിടെ ഉണ്ട് പറ്റിക്കിടക്കുന്ന സാധനമാണ് കൃഷ്ണക്രാന്തി. അതെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കിട്ടാത്ത എന്തൊക്കെയാണ്? തിരുതാളി കിട്ടിയിട്ട്, ഒഴിഞ്ഞ തിരുതാളിയൊന്നും കിട്ടിയിട്ടില്ല. കൃഷ്ണക്രാന്തി 1, കഞ്ഞുണ്ണി 2, ചെറുള 3 അതിലൂടെ. 4-മത്തത് മുയൽച്ചെവി, മുക്കുറ്റി 5, പൂവാങ്കുറുന്നല 6, നിലപ്പന 7, കറുക 8 എണ്ണം കിട്ടി. ഒഴിഞ്ഞും കിട്ടിയില്ല, തിരുതാളിയും കിട്ടിയില്ല. അങ്ങനെ 10 എണ്ണത്തിൽ നമുക്ക് 2 എണ്ണം കിട്ടിയില്ല. ബാക്കിയെല്ലാം കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ഇതിലും പലതും കിട്ടാത്തതുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പറിച്ച് കറുകൊക്കെ കൊണ്ടുവച്ച് തുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ തീർന്നായിട്ടുണ്ടെങ്കിലോ പിന്നെ അത് നമ്മൾ അന്വേഷിച്ച് പോയി പറിക്കണം. തിരുതാളി എല്ലാ കൊല്ലം കിട്ടാറുണ്ട് അവിടെ നിന്നൊക്കെ പറിച്ച് വരുമ്പോൾ. പക്ഷേ ഇപ്രാവശ്യം കിട്ടിയില്ല. ഇതാ ഞാൻ പറഞ്ഞ മഴയായിട്ട് നമ്മുടെ റോഡിലൊക്കെ നിറയെ വഴുക്കായിട്ടുണ്ട്. കണ്ടോ, ഇത് അംഗനവാടിയാണ്. അപ്പോൾ അംഗനവാടിത്തെ പിള്ളേരൊക്കെ പോണ റോഡാണിത്. ഇവിടെ സിമെൻറ്റ്, നമ്മളിതുണ്ട് കോൺക്രീറ്റ് റോഡാണിത്. ഇവിടേക്ക് റോഡില്ല, അവിടേക്ക് അവർക്ക് റോഡ് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇടവഴി പോലെ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇവിടെ വരെയാണ് റോഡുള്ളത്. ഇവിടെ അച്ഛന് ആഴ്ചയിൽ ഒരിക്കലും കുമ്മായും ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ട് ഇങ്ങനെ കഴുകുന്നതാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പോർഷനൊക്കെ. എന്നാലും നല്ല വഴുക്കാണ്. ആ വീട്ടിലും പ്രഗ്നൻ്റ് ആയ ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഈ റോഡിന് തന്നെ വേണം പോകാൻ. അപ്പോൾ ഞാൻ ഇതിലെ തന്നെ വേണം പോകണം. അപ്പോൾ നല്ല വഴുക്കുണ്ട്. കണ്ടോ, നല്ല വഴുക്കുണ്ട് റോഡിന്.
അങ്ങനെ അമ്മ ഒരുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ശിവഭൂതിക്കുള്ളത്. വാഴത്തുണ്ടിൽ ദശപുഷ്പങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, പലകയിൽ ഭസ്മം കൊണ്ട് വരച്ചിട്ടുണ്ട് 3 വര. അവിടെ പല ടൈപ്പിൽ പലരും പല രീതിയിലാണ് വരയ്ക്കുന്നതൊക്കെ. പിന്നെ ആ വാഴത്തുണ്ടിൽ ഇച്ചിരി ഭസ്മം വെച്ചിട്ടുണ്ട്, പിന്നെ കിണ്ടിയിലും വരച്ച് വെച്ചിട്ടുണ്ട്, തൊട്ട് കൊടുത്തിട്ടുണ്ട് ഭസ്മം കൊണ്ട്. ഇത് വെച്ച് കഴിഞ്ഞിട്ട് അമ്മ കുളിച്ച് വന്ന് രാമായണം വായിക്കായിരിക്കും. എല്ലാ വർഷവും അമ്മ ഇങ്ങനെ രാമായണം വായിക്കാറുണ്ട്. അപ്പോൾ അമ്മയ്ക്കിനി കുളിക്കാൻ വേണ്ടി പോകണം. അനുവിനോട് വെക്കാൻ പറഞ്ഞത്, ഇനി അവൾ നേരത്തെ നീറ്റില്ല, കുളിച്ചില്ല, അതുകൊണ്ടാണ് അമ്മ വെക്കേണ്ടി വന്നത്. അതുവരെ അമ്മ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു യോഗ കഴിയണവരെ. അപ്പോൾ അവൾ വെക്കാത്തതുകൊണ്ട്, അവൾ തുടച്ചൊക്കെ കൊടുത്തു, പക്ഷേ വെക്കാത്തതുകൊണ്ടാണ് അമ്മ വെക്കേണ്ടി വന്നത്. അമ്മ രാവിലെ നീറ്റ് കൈയും കാലും മുഖമൊക്കെ കഴുകിയിട്ട് വിളക്കൊക്കെ കത്തിച്ചാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതുണ്ടോ മഴക്കാറ്, ഇന്ന് മഴക്കാറ് കാണില്ല, നല്ല നീല ആകാശം കണ്ട്. പക്ഷേ മഴക്കാറ് കാണുന്നുണ്ട് കേട്ടോ, എവിടേക്കുണ്ട്. ഒരു ഭാഗത്ത് മഴക്കാറ്, ഒരു ഭാഗത്ത് നീല ആകാശം. പക്ഷെ നന്നായിട്ട് ഇരുണ്ട് മൂടി കിടക്കുന്നുണ്ട്. ഇത് കണ്ടോ ഗൈസ്, ഈ ഒരു ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ ഒരു ശാഖയിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് കുറേ റോസാകൾ ഉണ്ടായിട്ടുണ്ട്, കുറേ മുട്ടുകൾ അതിലുണ്ടായിട്ടുണ്ട്. ഇത്ര വലിപ്പം വെക്കുന്നുള്ളത്. നല്ല അടിപൊളിയല്ലേ കാണാൻ. ഒരെണ്ണത്തെ തന്നെ കുറേ മുട്ട കഴിക്കാൻ പോവുകയാണ്. 2 മുട്ട ഉണ്ട്. അമ്മയ്ക്കും എനിക്കും കൂടി അച്ഛൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട് 4 എണ്ണം. ഞാൻ 2 എണ്ണം കഴിക്കും. അവക്കും അച്ഛനും ഡാഡിനൊക്കെയുള്ള ഇഞ്ചി ചായ ഉണ്ടാക്കാൻ പോവാണ്. ഇഞ്ചി നന്നായിട്ട് ചതച്ചിട്ടൊരു പാൽ ചായ, നല്ല ടേസ്റ്റാണ് കുടിക്കാൻ. പക്ഷേ ഞാൻ കുടിക്കില്ല ചായ, ഞാൻ രാവിലെ പാൽ കുടിക്കുന്നുണ്ട്, ചായ രാവിലെ കുടിക്കാറില്ല. ഞാൻ കുടിച്ചു. ഒരെണ്ണം പൊട്ടിപ്പോയി തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഉപ്പൊക്കെട്ടാണ് അച്ഛൻ, പക്ഷേ ഒരെണ്ണം പൊട്ടിപ്പോയി. ഇനി നല്ല വരല് നാടൻ മുട്ട ഇട്ടത്, ഒരെണ്ണത്തിന് 12 രൂപയുള്ളൂ. നിങ്ങളവിടെയൊക്കെ എത്രയും ഗൈസ് മുട്ടയ്ക്ക്, നാടൻ മുട്ടയ്ക്ക്? ഇവിടെ 12 രൂപ ഇടുന്നത്. എപ്പോഴും കഴിക്കുന്നുണ്ട് ഈ പുളിയും മുട്ട ഒട്ടും ഇഷ്ടമല്ല, എന്നാലും കഴിക്കുന്നുണ്ട്, നിനക്ക് വേണ്ടിയൊക്കെ. എന്തായാലും വീഡിയോ കേൾക്കണം, അപ്പോൾ ഒന്ന് ഒരുങ്ങിയേക്കാന്ന് വിചാരിച്ച്. ഒരുങ്ങാന്ന് പറഞ്ഞാൽ വലിയ ഒരുക്കൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് പൗഡർ ഇടുക, പൊട്ടിതിടുക, കണ്ണെഴുതുക, പിന്നെ ചുണ്ട് നല്ല ഡ്രൈ ആയിരിക്കുന്നതുകൊണ്ട് ലിപ് ബാം ഇടുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അല്ലാതെ വലിയ ഒരുക്കൊന്നുമില്ല. ഈ മറ്റേ യൂട്യൂബിൽ ഓരോരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കുന്ന കാണാം, കുറേ ചേച്ചിമാരും അവരൊക്കെ ഇങ്ങനെ കുറേ ക്രീമും കാര്യങ്ങളൊക്കെ വാരി തേക്കുന്ന പോലെ. അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കില്ല, ഞാൻ നോർമലായിട്ടാണ് ഒരുങ്ങൽ. ഈ ഫോണൊക്കെ നോക്കി കണ്ണെഴുതുന്നത് എങ്ങനെയാണ്, ഞാൻ തിരിച്ച് കണ്ണാടി നോക്കിയിട്ട് തന്നെയാണ് കണ്ണെഴുതിയതും ലിപ് ബാം ഇട്ടതൊക്കെ. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരുങ്ങി നടക്കാറുമില്ല, ഞാനൊരു കമ്മൽ പോലും ഇടാതെയാണ് നടക്കൽ ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇങ്ങനെയൊക്കെ എടുക്കുക എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വള ഇടുന്നതും കമ്മലിടുന്നതൊക്കെ. അപ്പം ഞാൻ എന്താ ഒരുങ്ങി കഴിഞ്ഞു. ഇത് ഉപ്പേരിക്കാണ്, ഉപ്പേരി എന്ന് പറഞ്ഞാൽ മെഴുക്ക് പുരട്ടി. കുടിക്കാനുള്ള വെള്ളം. പഴം എന്ത് ഒരു പുതിയൊരു മാക്സി ഞാൻ വാങ്ങിയില്ലേ, ഒരു കാപ്പി കളർ. എനിക്ക് അത് വാങ്ങിയെന്നേ അതേ കളറ്. അതെവിടെ അതെവിടെ നിങ്ങളുടെ അലമാരി നോക്കുമ്പോൾ കിട്ടിയില്ല? ഇല്ല. കുറച്ച് കണക്കിൻ്റെ അലമാരി ഞാൻ ഇന്നലെ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് അതിൻ്റെ ഓർമ്മ. പഴം നെയ്യ് പറ്റിയതൊക്കെ ഇല്ല, പുഴിയാൻ മതി. ആദ്യം നമുക്ക് പഴം പുഴുങ്ങിയാൽ വേണോ? പഴം ഞാൻ കുക്കറിലാണ് പുഴുങ്ങാൻ വെക്കുന്നത്. അമ്മ പറഞ്ഞു കുക്കറിൽ വെച്ചാൽ മതി, ഒരു വിസിലടിക്കുമ്പോഴത്തേക്കും ആകും എന്ന് പറഞ്ഞു. സാധാരണ ഇഡ്ഡലി കുട്ടകത്തിനകത്താണ് വെക്കലുണ്ടായിരുന്നത്, അതിനകത്ത് ആ തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പഴം വെച്ചിട്ടൊക്കെയാണ് ആവി കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം അമ്മ പറഞ്ഞത് പെട്ടെന്ന് ആവുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്താണ്. വെയിൽ വന്നു. ഈ മഴയൊക്കെയുള്ള സമയത്ത് ചെറിയൊരു തണുപ്പ് നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട്. അതിനനുസരിച്ച് കുറച്ച് വെയിലും കൂടി, നല്ലൊരു ഇളം വെയിലും കൂടി വരുമ്പോൾ നല്ല സുഖമല്ലേ. രാവിലെ കുളിച്ച് ഈ വെയിലും കൊണ്ട് നിൽക്കുമ്പോഴേക്കും നല്ല സുഖം കിട്ടാറുണ്ട്, ചെറിയൊരു രോമാഞ്ചം പോലെയൊക്കെ വരലുണ്ട് സ്കിന്നിൽ. അപ്പം ഞാൻ കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഇനി നമുക്ക് അടുക്കളയിൽ പോയിട്ട് പഴം കഴിക്കാം. പഴമായോ? മത്തി. ചോറ്, പഴം മേശപ്പുറത്തുണ്ടാവും. കുറച്ച് നേരം നടന്ന് പിന്നെ തിരിച്ച് വന്ന് പഴമൊക്കെ കഴിച്ച് തുടങ്ങിയപ്പോൾ കുഞ്ഞിന് കുറച്ച് അനക്കൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. കുഞ്ഞ് നന്നായിട്ട് ഇളകുന്നുണ്ടായിരുന്നു ആ സമയത്ത്. മത്തി നന്നാക്കാൻ തോന്നുന്നു. അതെ, മത്തി നന്നാക്കുന്നുണ്ട്. പരിനിലൊക്കെ ഉണ്ട്. പരിനിൽ എന്ന് പറയുന്നത് ആലപ്പുഴ ഏട്ടൻ്റെ വീട്ടിലൊക്കെ പരിനിൽ എന്നാണ് അതിനെ പറയുക. പരിനിലപ്പൊക്കെ അവിടെ ചൂടി, പഞ്ഞി എന്നാണ് ഇവിടെ കോഴിക്കോട് പറയുന്നത്. മലപ്പുറം ഭാഗത്തൊക്കെ പഞ്ഞി എന്നാണ് പറയുക, മീനിൻ്റെ പഞ്ഞി. പിന്നെ ഞാൻ ഈ വലിയ വലിയ മീനുകളൊന്നും കഴിക്കില്ല. അധികം ഈ പ്രഗ്നൻ്റ് ആയതിൻ്റെ ശേഷം ചെറിയ ചെറിയ മീനുകളാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മത്തി, നെത്തൽ, മാന്തൾ അങ്ങനത്തെ മീനുകളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഫ്രിഡ്ജ് ഇടയ്ക്ക് തുറന്നില്ലെങ്കിൽ ഒരു സമാധാനമില്ല. ഇതിനോട് ഇടയ്ക്ക് വന്ന് തുറക്കും. സമയം 9 മണിയായിട്ടുണ്ട്. അമ്മ അത് രാമായണം വായിക്കാതിരിക്കാൻ പോവാണ്. കർക്കിടകം തീരുമ്പോഴത്തേക്കും രാമായണം മുഴുവൻ വായിക്കണം എന്നാണ്, ഉത്തരാഖണ്ഡ് ഒഴിച്ചിട്ട്. അപ്പോൾ അമ്മ രാവിലെയും വൈകുന്നേരം രാമായണം വായിക്കും. രാവിലത്തെ അയൺ ഗുളികയൊക്കെ കുടിച്ചു. അപ്പോൾ എനിക്ക് ചെറിയൊരു ക്ഷീണം പോലെ, ഒന്ന് ഉറങ്ങണം തോന്നി. അങ്ങനെ ഉറങ്ങാൻ പോവാണ്. മുടി ഉണങ്ങിയിട്ടില്ല ഇതുവരെയായിട്ടും. രാത്രിയൊന്നും അധികം ഉറക്കം കിട്ടാറില്ല. ചെരിഞ്ഞൊക്കെ കിടക്കുമ്പോൾ ഭയങ്കര വേദന ഉണ്ട്. ഒരു സൈഡ് മൊത്തം വേദനയാണ്. ഇപ്പോൾ വലത്തോട്ടും ചെരിഞ്ഞ് കിടക്കും, പിന്നെ എഴുന്നേറ്റിരുന്ന് ഇടത്തോട്ടും ചെരിഞ്ഞ് കിടക്കും. അപ്പോൾ വേദന സഹിക്കാൻ പറ്റുന്നുണ്ട്. പലപ്പോഴും ഉറക്കമൊന്നും കിട്ടാറില്ല. കുറേ നേരം എഴുന്നേറ്റ് ചമ്രം പടിഞ്ഞിരിക്കലൊക്കെയാണ് രാത്രി.
അപ്പോൾ കുറച്ച് നേരം കിടന്നു. എണീറ്റ് നേരെ അടുക്കളയിൽ വന്നപ്പോൾ മാമീനെ അപ്പുറത്ത് കണ്ട്. കണ്ണാട്ട അമ്പലത്തിലൊക്കെ പോയി വന്നില്ലേ? ചോക്ലേറ്റോ? പിറന്നാളിൻ്റെ എൻ്റെ പിറന്നാളിന്. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. നമുക്ക് ബാങ്കിലൊന്ന് പോവാണ്ട്. അപ്പോൾ ചോറ് നേരത്തെ കഴിക്കച്ച് 12:15 ആയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ മീൻകറി ഉണ്ടായിരുന്നു, ഉപ്പേരി ഉണ്ടായിരുന്നു. ഞാൻ അമ്മയും അനുകൂടി അത് കൂട്ടി ചോറ് കഴിക്കുകയാണ്. ഞാൻ മുടി കെട്ടി വേഗം റെഡി ആയിട്ട് അമ്മേൻ്റെ എന്തായാലും പുറത്ത് അകത്തന്നെ എപ്പോഴും ഇരിക്കേണ്ടല്ലോ വെച്ചിട്ട് പുറത്തിറങ്ങാൻ വെച്ചിട്ട് ബാങ്ക് പോവാണ്. ഇന്ന് അത്യാവശ്യം നല്ലൊരു വെയിലുണ്ട്, രാവിലത്തെ പോലെയൊന്നും അല്ല. എന്നാലും ആൾക്കാരിടയ്ക്ക് വരും കേട്ടോ. പറഞ്ഞ് നാവിടത്തില്ല, കരിനാക്കാൻ തോന്നണം. ഉള്ള വെയിലും പോയി ഗൈസ്. നമ്മുടെ വഴുക്കുണ്ട് എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ അവസ്ഥ അതാണ് ഗൈസ്. ഇതേപോലത്തെ കട്ട വിരിച്ചാലും മതിയായിരുന്നു നമ്മുടെ റോഡിന്. ഇതൊരു ഇടവഴിയാണ്, നമുക്ക് അപ്പുറത്തെ റോഡിലേക്ക് എത്താൻ എളുപ്പത്തിന്. നമ്മൾ ബാങ്ക് പോവുകയാണ്. ഞങ്ങൾ 3 ആളുണ്ട് ബാങ്ക് പോകാൻ. കുറേ കടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ഡേറ്റിന് നമ്മൾ തീർത്ത് കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഓരോരുത്തർ ചതിച്ചിട്ടുണ്ട്, പൈസയും പറ്റിച്ചാൽ വേണ്ടി. ആരാ അമ്മേ പറഞ്ഞെടുത്തോ? പെണ്ണ് എൻ്റെ പേരിൽ ലോൺ എന്നെ കൊണ്ട് നിർബന്ധിച്ച് എടുപ്പിച്ചതാണ്. പക്ഷെ അവൾ അടയ്ക്കുന്നില്ല. നിരന്തരം പോയി വിളിച്ചാൽ ഫോൺ എടുക്കില്ല. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു നീതിയും കിട്ടിയില്ല. വീണ്ടും അവളെ വിളിച്ചു. അവളിങ്ങനെ തരൂലെന്ന് പറഞ്ഞില്ല, തരാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ വിഡ്ഢിയാക്കി. എന്നാൽ ലോൺ എടുത്ത ഡേറ്റ് പറയും. ലോൺ എടുത്ത 2 വർഷം 2023 ഏപ്രിൽ 17 സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയം അവൾക്ക് ഒരു മുളം കയറി ചിലവാക്കേണ്ടി വരും. എനിക്ക് ജീവിക്കാൻ കഴിയില്ല, ഓരോരുത്തരോട് സഹതാപം തോന്നിയാലും പ്രശ്നം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ട് തന്നെ എടുപ്പിച്ചത്. എനിക്ക് 3 മക്കളാണ്, 2 പെണ്ണും 1 ആണും. അയ്യോ, ഇതൊക്കെ അറിയണതായി. അപ്പോൾ പിന്നെ ഞാൻ എന്നെ തന്നെ അവളിൽ കണ്ടതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു വിഷമഘട്ടം വരുമ്പോൾ ആരെങ്കിലും എന്നെ സഹായിക്കൂലേ? സഹായിച്ചിട്ടുണ്ട് ഇന്ന് ഒരുപാട് പേര്. പക്ഷെ ഞാൻ അവരൊന്നും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ എന്നെ ബുദ്ധിമുട്ടിച്ച്. എനിക്ക് ബാങ്കിൽ നിന്ന് ഒരു ലോൺ പോലും കിട്ടുന്നില്ല. എൻ്റെ ആധാരം അവിടെ കുടുങ്ങിയിരിക്കുകയാണ്. ആധാരത്തിലേക്ക് ഞാൻ പൈസ അടച്ച ആൾക്കാർക്ക് പൈസ കൊടുക്കാനുണ്ട്. അവരൊക്കെ എൻ്റെ അവസ്ഥ അറിഞ്ഞ് മിണ്ടാണ്ടിരിക്കുക. പക്ഷെ എനിക്ക് പൈസ കൊടുത്തല്ലേ പറ്റുള്ളൂ. ഞാൻ വാങ്ങിയത് ഞാൻ കൊടുക്കണ്ടേ? ലോണാണെങ്കിൽ എൻ്റെ പേരിലും. അതാപ്പം പ്രശ്നം. പക്ഷേ ഒരാളും ഇങ്ങനെ പറ്റിക്കപ്പെടരുത്, ചതിക്കാൻ ചെയ്യരുത്. ഈ ഒരു വട്ടം ഞങ്ങൾ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. ഒരാളും ആ പെണ്ണിൻ്റെ പേര് മ്യൂട്ട് ചെയ്യും. എന്താ ആ പേര് പറയണ്ട, പിന്നെ ആളാണ്. ഇനി പേര് പറഞ്ഞിട്ട് വല്ല പ്രശ്നം ഇതിൽ വന്നു. പേര് പറയണം, അവളെ ഫോട്ടോ കൊടുക്കണം. കൊടുത്താലല്ലേ ആളുകൾ ഇനിയും ചതിക്കപ്പെടാതിരിക്കുള്ളൂ, അവളെ വലയെ വീഴാതിരിക്കുള്ളൂ. അതാണ് വേണ്ടത്. ഞാൻ എന്നെപ്പോലെ തന്നെ എൻ്റെ കുടുംബശ്രീയിലുള്ള ഇഷ്ടം പോലെ ആളുകൾ ചതിക്കപ്പെട്ടിട്ടുണ്ട്. സ്വർണം വാങ്ങിയവരുണ്ട്. ഒരാൾ 2 പവൻ്റെ ചെയിനുണ്ട്, ഒരു പെണ്ണിൻ്റെ 4 പവൻ്റെ 2 ചെയിനുണ്ട്, ഒരു 2.5 പവൻ, ഒരു 1.5 പവൻ, അങ്ങനെ ഉണ്ടാണ് ആ ഒരു കുട്ടിയുള്ളത്. പിന്നെ വേറെ ആൾക്കാരെ സ്വർണ്ണങ്ങൾ. ഇതൊന്നും ഞാൻ അറിയില്ലായിരുന്നു. ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. എന്തായാലും ഞാൻ ഒരു നടുക്കടലിൽ കുടുങ്ങിയ അവസ്ഥയായി. എൻ്റെ പേരിൽ ബാങ്ക് കേസും എടുത്ത് എനിക്കാണെങ്കിൽ അതൊരു നിവർത്തിയില്ലാത്തൊരവസ്ഥ, പണിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ. ഇവള് മൂലം ഞാൻ ആകെപ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ബാങ്കിലോട്ട് പോകുന്നത്. ഇപ്പം അമ്മ എന്നെ ഉണ്ടാക്കിയ കുറച്ച് സ്വർണ്ണം ഉണ്ടായിരുന്നു എനിക്ക് കല്യാണത്തിന് തന്നതിന്. അത് നമ്മൾ ബാങ്കിൽ വെക്കാൻ പോവാണ്. അത് വെച്ചിട്ട് എന്താണോ കിട്ടുന്നത് അതെടുത്തിട്ട് നമുക്ക് കുറച്ച് കട അത്യാവശ്യമായിട്ടുള്ള വീട്ടാനുണ്ട്. പിന്നെ വീട്ടിനൊരു ബാത്റൂം നമുക്കിപ്പോൾ ഡെലിവറി ഡേറ്റ് എടുത്തു, അപ്പോൾ ബാത്റൂം ഉണ്ടാക്കാനും ഉണ്ട്. അപ്പോൾ അതിനൊക്കെ കൂടിയായിട്ട് നമ്മൾ ഒരുപാട് കട മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്ന ഡേറ്റിന് കൊടുക്കാറുണ്ട്. നമ്മളൊരു വാക്ക് പറഞ്ഞ വാക്ക് പാലിക്കണമല്ലോ. അപ്പോൾ അത് കൊടുക്കാനായിട്ട് നമ്മൾ വെക്കാൻ പോവാണ്. വേഗം ഓട്ടോ കിട്ടി. കാനറ ബാങ്ക് അതിൻ്റെ മുകളിൽ. ബാങ്കിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അമ്മയ്ക്ക് പരിചയത്തിലൊരു ചേച്ചീനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അവരോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇറങ്ങി. പിന്നെ ഞാൻ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം കട്ട്ലേറ്റും ലൈമൊക്കെ കുടിക്കാൻ തന്നെ കയറിയതാണ് ഇവിടെ. അങ്ങനെ കുറച്ച് കട്ടിയുള്ള കട്ട്ലേറ്റ് കഴിച്ചു. പിന്നെ ഞങ്ങൾ കോളിഫ്ലവറിൻ്റെ ബജിയും കൂടിയും പാഴ്സലായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനുവിന് കാപ്പി മതി എന്നിട്ട് കാപ്പിയാണ് കുടിച്ചേക്കുന്നത്. ഹോൾസെയിൽ കടയാണ്. ഇങ്ങോട്ടേക്കാണോ? സൈഡ് നോക്കാം. കണ്ടോ? ആ ഓക്കെ ബിരിയാണി ഇത് വേണോ? മാങ്ങച്ചാറ്, കടല മിഠായി കഥ. നമ്മൾ പണ്ടത്തെ സ്കൂളിൽ പോകുമ്പോൾ കഴിക്കണേ. എല്ലാം ഹോൾസെയിൽ റേറ്റിലാണ് അവിടെ കൊടുക്കുന്നത്. രാമനാട്ട്
ഇത് എത്രയാണ് നോക്കിക്കേ ഒന്ന് പറയാം. ഈ സോപ്പ് സിന്തോൾ എന്ന് പറയും. അമ്മ പറഞ്ഞത് പണ്ടത്തെയൊക്കെ സോപ്പായിരുന്നു എന്ന് പറഞ്ഞ്. ഇപ്പോഴും ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ, ഇപ്പം ഇല്ലയെന്നല്ല. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചാണ്. പിന്നെ അതുകൊണ്ട് രാധാസ് എന്ന് പറഞ്ഞിട്ടൊരു സോപ്പ്, ഇത് നമ്മൾ 3 മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആയുർവേദിക് സോപ്പാണ്. മഞ്ഞളിൻ്റെ ഒരു ആയുർവേദിക് സോപ്പുണ്ട്. പിന്നെ അലക്കുന്ന സോപ്പുകൾ പണ്ടത്തതൊക്കെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തുന്നുള്ളൂ. അതിനിവിടെ ഇരുന്ന് ചേട്ടൻ ബില്ല് കിട്ടാൻ പോകും. നല്ല പുളി. 10 രൂപേൻ്റെ സൈക്കിൾ തിരി, 200 പൂള 2 500 സൺഫ്ലവർ ഓയിൽ ഒന്ന്, 10 രൂപേൻ്റെ തേൻമിഠായി ഒന്ന്, പിന്നെ 5 രൂപേൻ്റെ ഉപ്പിലിട്ട് 2 പീസ്. അമ്മ ബില്ലടിച്ചു. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഒരു പൂച്ചക്കുട്ടീനെ കണ്ടായിരുന്നു. അത് കഴിഞ്ഞു ഞങ്ങൾ ഇതേണ്ട ചെട്ടിയാരെ കടേൻ്റെ ഒക്കെ തുണിക്കടേൻ്റെ ഒക്കെ ഇടയിൽ കൂടെ പോകണം. അവിടെ കുറച്ച് പച്ചക്കറിയൊക്കെ വിൽക്കണ ചന്ത പോലത്തെ കണ്ട്. നല്ല പച്ചക്കറികളാണ് തോന്നുന്നത്. പക്ഷേ ഞങ്ങളതൊന്നും മേടിച്ചില്ല. കഴിക്കാനുള്ള കുറേ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഓട്ടോ പെട്ടെന്ന് തന്നെ കിട്ടി. നമ്മുടെ അടുത്തുള്ള ദീപ്തേച്ചി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വീട്ടിലെത്തി. നമ്മൾ ആ നേരത്തെ മേടിച്ച കോളിഫ്ലവറിൻ്റെ ബജ്ജിയൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ, എല്ലാവർക്കും കൊടുക്കാറുള്ളതുകൊണ്ട് തന്നെ. പിന്നെ അമ്മയൊക്കെ കഴിക്കാണ്ടായിരുന്നു. മീഷോത്തെ ഓർഡർ ചെയ്തത് എത്തിയിട്ടുണ്ട്. 263 രൂപയ്ക്ക് നമ്മളൊരു 12 ക്ലോത്ത് ബാഗും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളത്, ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വെക്കാൻ. അപ്പം 12 എത്തിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും. പിന്നെ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കുറച്ച് വെക്കാനും ഹോസ്പിറ്റലിലേക്കുള്ള സാധനം വെക്കാനും കുറച്ച് ബാഗും കൂടി എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട്. 6 ആദ്യം വരുത്തിച്ചായിരുന്നു. ഇപ്പോൾ 12 കൂടി വന്നിട്ടുണ്ട്. സന്ധ്യ ആയിട്ടുണ്ട്. അമ്മ മേലൊക്കെ കഴുകിയതുണ്ട്, വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട്. ദീപം 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 തൊഴുത്തൊക്കെ കഴിഞ്ഞു. അങ്ങനെ അടുക്കളയിൽ കുറച്ച് പാത്രങ്ങൾ കമഴ്ത്തി വെക്കാറുണ്ടായിരുന്നു. നമ്മൾ കഴുകിയിട്ടൊരു കൊട്ടയിലിട്ട് വെക്കലായിരുന്നു വെള്ളം പോകാൻ വേണ്ടിയിട്ട്. അവിടെ നിർത്തിട്ട് കമഴ്ത്തി വെക്കും. ചോറ് വെക്കണ്ടേ? കറി ഉണ്ടോ? ഇതെന്താ മീന്? സൂതയോ? എന്താ അറിയില്ല. നമുക്ക് മുന്തിരി ജ്യൂസ് അടിക്കാനുണ്ട്. അച്ഛൻ മുന്തിരി കൊണ്ടുവച്ചിട്ടുണ്ട്, നല്ല മുന്തിരി. ആപ്പിൾ എന്തെങ്കിലും കഴിക്കണം. പഴം രാവിലെ കഴിച്ചതാണ്. എന്നാലും ചെറുപഴം എന്തെങ്കിലും കഴിക്കാം. അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 2 ചെറുപഴം എടുത്ത് കഴിച്ചു. പിന്നെ കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു, അതും ഞാൻ എടുത്ത് കഴിച്ചു. മീൻ തിരിച്ചിട്ടുണ്ട്. മുന്തിരി ഞാൻ നന്നായിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കഴുകി അതുകൊണ്ട് ചൂടാക്കാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ തിളപ്പിച്ചിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ജ്യൂസ് അടിച്ചിട്ടുള്ളൂ. ഈ വെള്ളം നമ്മൾ ജ്യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഉടക്കുന്ന ഇട്ടിട്ട് തന്നെ. അനുവിന് പെട്ടെന്നൊരു തൈര് സാദം കഴിക്കാനുള്ള പൂതി. അപ്പോൾ അവളത് ഉണ്ടാക്കാൻ പോവുകയാണ്. മതിയോട് വെളിച്ചെണ്ണയൊന്നും തീർക്കല്ലേ. വെളിച്ചെണ്ണയ്ക്കൊക്കെ എന്താ വില എന്നറിയോ? അങ്ങനെ അവളുടെ തൈര് സാദം റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഇതിലൊരുപാട് കടുകുള്ളതുകൊണ്ട് കഴിക്കാൻ ഇഷ്ടമില്ല. ഈ കടുക് നുള്ളി പെറുക്കി മാറ്റിയിട്ടൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളൂ. അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല അധികം. അലമാരീൻ്റെ അടിയത്തെ 2 തട്ടിലെ തുണിയും കൂടി കവറിലേക്ക് ആക്കണ്ടായിരുന്നു. അപ്പം ഇന്ന് കവർ വന്നുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് ആക്കാൻ പോവുകയാണ്. ഇത് UP സെക്ഷനിലെ പച്ചപ്പാവാടി ചന്ദന കളർ ഒരു ക്രീം കളർ ഷർട്ടായിട്ടുണ്ടായിരുന്നു. ഹൈസ്കൂളത്തെ യൂണിഫോം ചുരിദാറാണ്. ഇത് 2 +1 +2 യൂണിഫോം. +1 +2 അതിൻ്റെ 2 ഫോട്ടോകൾ. അവളെ ഹൈസ്കൂളത്തെ പാൻറ്റാണ്. +1 +2 ഷാള്. ഇത് അവളുടെ പാൻറ്റ്. ഇത് അച്ഛൻ്റെ ഷർട്ടാണ് കേട്ടോ, കാക്കി ഷർട്ട്. അച്ഛൻ പണ്ട് എന്തിനു പോകുമ്പോഴേക്കും ജീപ്പിലൊക്കെ പോകുമ്പോൾ, ഞങ്ങളെ കുഞ്ഞിലേ ജീപ്പിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഷർട്ടാണ്. ഇനി കുറച്ച് നെക്സ്റ്റ് കാണിച്ചാൽ ഇത് എൻ്റെ കുഞ്ഞിലത്തെ ടർക്കി. എൻ്റെ കുഞ്ഞുവാവയായപ്പോൾ ഇന്ന് എടുത്തുകൊണ്ടിരുന്ന ടർക്കി. ഇത് അനുവിൻ്റെ ടർക്കി. അവളെ കുളിപ്പിച്ചിട്ടൊക്കെ എടുക്കുന്നത്. ഇത് അവളെ കുഞ്ഞിലെ ചൊറിയൊക്കെ ഉണ്ടായിരുന്നു. അവൾക്ക് ശരീരം മൊത്തത്തിൽ കരപ്പൻ്റെ അസുഖമായിരുന്നു. അപ്പം ഇതുകൊണ്ടാണ് അവളങ്ങനെ പൊതിഞ്ഞെടുത്തത് ഇങ്ങനെ. ഇപ്പം അത് ഓട്ടയൊക്കെ ആയിട്ടുണ്ട്. ഇത് ഊരി തുടങ്ങിയിട്ടുണ്ട്. പൊതിഞ്ഞെടുത്ത ടർക്കി. അവളെ കൈ പോലും അവളെ മേത്ത് തൊടാൻ പറ്റില്ല. അത്രയും ചൊറി കഴിഞ്ഞു നോക്ക്. ഇപ്പോൾ വർഷത്തിൽ ഇങ്ങനെ ഓരോ ഭാഗത്ത് കാലിൻ്റെ അവിടെ അവിടെയൊക്കെ ആയിട്ട് വരും. ഓരോന്നോരോന്ന് വർഷത്തിൽ ഒരെണ്ണമെങ്കിൽ വരും. ഇതവളെ ചോറുണ്ട് മുണ്ട്. ഇതും കീറിയിട്ടുണ്ട് ഗൈസ്, കണ്ടോ? കസവ് കറിയൊക്കെ മുണ്ട് കേട്ടോ. ഇത് ടാട്ടൻ്റെ കുഞ്ഞിലത്തെ ഷർട്ടാണ്. ആദ്യമായിട്ട് പീരീഡ്സ് ആയ സമയത്ത് മൂത്ത മേടിച്ചെടുത്ത പാവാടേൻ്റെ ചടങ്ങിനിട്ട പാവാടി ബ്ലൗസ്. പട്ടുപാടിൻ്റെ ബ്ലൗസ്. അവൾ ആദ്യമായിട്ട് പീരീഡ്സ് ആയിട്ടുള്ളതിൻ്റെ
ഇതൊന്നും വലിയ കാര്യമില്ല, ഇത് ഞാനേ ഇട്ടോണ്ടിരുന്നത്. ഞാൻ നീറ്റ് എക്സാമിന് പോയിട്ട് ഇതേ കിട്ടിയേ. ഇതിൻ്റെ ഈ കിലുക്കൊക്കെ കണ്ടപ്പോൾ തന്നെ അവർ അങ്ങനെ നമ്മളിങ്ങനെ സ്പിന്നുണ്ടോ എന്ന് അതൊക്കെ നോക്കൂലേ, ഇരുമ്പൊക്കെ ഉണ്ടോന്നൊക്കെ. അങ്ങനെ നോക്കിയപ്പോൾ ഇതിൻ്റെ മണിയൊക്കെ തന്നെ അവർ പറഞ്ഞായിരുന്നു ഇതൊക്കെ എടുത്ത് മാറ്റേണ്ടി വരുന്നു. പിന്നെ മാറ്റിയില്ല, അന്ന് അത്രയും വലിയ സ്ട്രിക്ട്നെസ് ഒന്നും ഇല്ലായിരുന്നു. 6ാം മാസത്തിലെ ഉടുപ്പ്. ഇതവളുടെ 6ാം മാസത്തിലെ ഫസ്റ്റ് അവളുടെ നേരത്തെ കാണിച്ച ഫോട്ടോയിലുള്ള ആ ഉടുപ്പ്. നേരത്തെ കണ്ടില്ലേ അവൾ എടുക്കുമ്പോൾ തന്നെ അവളുടെ എക്സ്പ്രഷൻ, ആ ഉടുപ്പാണിത്. പിന്നെ ആദ്യമായിട്ടിട്ട് ഇത് അവളുടെ ജനിച്ചപ്പള്ള ഉടുപ്പ്, ഫസ്റ്റത്തെ ഉടുപ്പ്, കെട്ടുടുപ്പ്. പിന്നെ ഇത് അമ്മയുടെ ബ്ലൗസാണ്. അമ്മമ്മ മരിച്ചുപോയി, പക്ഷെ അമ്മമ്മേൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മ എടുത്ത് വെച്ചേക്കുന്നതാണ് ഒരു ബ്ലൗസ്, അമ്മമ്മയുടെ ബ്ലൗസ്. അപ്പോൾ ഇതാണ് അച്ഛൻ്റെ കല്യാണം മുടിച്ചിട്ട്. അമ്മേൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴുള്ള ഉടുപ്പാണ് ഇത്. വേണമെങ്കിൽ എനിക്ക് വിടാം. അയ്യോ 2 മാസം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ കൊണ്ടുവരും ഈ ഉടുപ്പൊക്കെ ഇട്ടിട്ട്. ഓർത്ത് തന്നെ പേടിയാണ്. ഇത് ഞങ്ങൾ 5ാം ക്ലാസ്സിൽ ശബരിമലയ്ക്ക് പോയപ്പോൾ എടുത്ത കറുപ്പാണ്. ആണോ, ഇത് ഏറ്റവും വലുത് എൻ്റെത്, ചെറുത് ഇൻ്റെത്. ഞാൻ 5ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ 2010 ആദ്യമായിട്ട് ശബരിമലയ്ക്ക് പോകുന്നത്. ഇതാണ് എൻ്റെത്. ഞങ്ങൾ രണ്ടാളും അച്ഛനും കുട്ടാകുടാടിനൊക്കെ കൂടിയാണ് പോയിട്ടുണ്ട്, പാപ്പിനൊക്കെ. ഓക്കെ, അങ്ങനെ തുണിയൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞു. ഞാൻ ചോറുണ്ടായിരുന്നു, കുറച്ച് വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മീൻകറിയൊക്കെ കൂട്ടി ചോറൊക്കെ തിന്നു. അച്ഛൻ മാങ്ങ ഡെയിലി കൊണ്ടുവരും, അപ്പോൾ മാങ്ങയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത് അധികം കഴിച്ചില്ല, ഡെയിലി ഇത് കഴിക്കുമ്പോൾ നമുക്ക് മടുപ്പ് വരും. പിന്നെ മുന്തിരി ജ്യൂസ് ഞാൻ രാത്രി കുടിച്ചു. പിന്നെ കമ്മലും വാളയൊക്കെ പൊട്ട കോരിയിട്ട് മുടിയൊക്കെ ഒന്ന് കെട്ടി. രാത്രി കാൽസ്യം ടാബ്ലറ്റ് കഴിക്കാനുണ്ട്, അപ്പോൾ ആ ടാബ്ലറ്റും കൂടിയും കഴിച്ച് കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.